ആനിമൽസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇഡിയംസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ അവിടെ കിടക്കുന്ന കണ്ടിട്ട് തന്നെ മനസ്സിലായിക്കാണ് വോൾഫാണ്. ഓക്കെ, വോൾഫിനെ വെച്ചിട്ടില്ല. ഇപ്പൊ എല്ലാം ഞാൻ പറയുന്നൊന്നും പറയുന്നില്ല, അത്യാവശ്യം നോക്കിയപ്പോ. അപ്പൊ ആദ്യത്തത് കുറെയൊക്കെ നമ്മൾ പഠിച്ചാണ്, മീൻസ് ഇതിനൊക്കെയുള്ള വീഡിയോസ് പഠിച്ചാണ്. എ വോൾഫ് ഇൻ ഷീപ്പ് ക്ലോത്തിങ് ഇത് നമ്മൾ പഠിച്ച എ വോൾഫ് ഇൻ ഷീപ്പ് ക്ലോത്തിങ് നമ്മൾ പഠിച്ച. സോ അത് ഞാൻ വീണ്ടും പറയുന്നില്ല. അടുത്തതാണ് ടു കീപ് walls at the bay. ഓക്കെ, ടു കീപ് walls at the bay എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് എനി ഡിഫിക്കൽട്ട് ഓർ പ്രോബ്ലം. ഫൈറ്റ് അഗെയിൻസ്റ്റ് എനി ഡിഫിക്കൽട്ടി ഓർ പ്രോബ്ലം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിവെന്റ് ചെയ്യാം. അതുപോലെ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് എനി ഡിഫിക്കൽട്ടി ഓർ പ്രോബ്ലം, ഇതാണ് ടു കീപ് വോൾഫ് അറ്റ് ദ ബേ എന്ന് പറയുന്നത്. അടുത്താണ് ടു കീപ് ദ വോൾഫ് അറ്റ് ദ ഡോർ. ടു കീപ് ദ വോൾഫ് ഫ്രം ദ ഡോർ എന്ന് വെച്ചാൽ എന്താ? വീടിന്റെ ഡോറിന്റെ അടുത്തൊന്നും വരാൻ സമ്മതിക്കാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു അവോയ്ഡ് സ്റ്റാർവേഷൻ. ടു അവോയ്ഡ് സ്റ്റാർവേഷൻ. ഓക്കെ, അടുത്തത് എ വോൾഫ് അറ്റ് ദ ഡോർ. ഓക്കെ, ഇത് നേരെ തിരിഞ്ഞിട്ടുണ്ട്. വോൾഫ് അറ്റ് ദ ഡോർ ആയ ഫസ്റ്റും സെക്കൻഡും തമ്മിൽ വ്യത്യാസമുണ്ട്. വോൾഫ് അറ്റ് ദ ഡോർ എന്ന് പറയുമ്പോൾ എന്താണ്? ഡേഞ്ചർ ആണ്. ഓക്കെ, ഡേഞ്ചർ, ഫിനാൻഷ്യൽ ലോസ്, ഇതിനൊക്കെ കാണിക്കാനാണ് വോൾഫ് അറ്റ് ദ ഡോർ പറയുന്നത്. ഇനി ടു ത്രോ ടു ദ വോൾഫ്, ചെന്നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ടു പുൾ സംവൺ ഇൻ ഡേഞ്ചർ. ടു പുൾ സംവൺ ഇൻ എ ഡേഞ്ചർ. ടു പുൾ സംവൺ ഇൻ എ ഡേഞ്ചർ. ഓക്കെ, ദെൻ വോൾഫ് ഇൻ ഷീപ്പ് ക്ലോത്തിങ് നമ്മൾ പറഞ്ഞു. എ ലോൺ വൂൾഫ്. എ ലോൺ വൂൾഫ്, ഒറ്റയ്ക്കുള്ള ചെന്നായ. എന്തായിരിക്കും? എ പേഴ്സൺ ഹു ലവ് ടു ബി എലോൺ. പേഴ്സൺ ഹു ലവ്സ് ടു ബി എലോൺ, ഒറ്റയ്ക്ക് നിൽക്കാൻ താല്പര്യപ്പെടുന്നത്. ടു ക്രൈ വോൾഫ്. ടു ക്രൈ വോൾഫ് നമ്മൾ ആക്ച്വലി ഇങ്ങനെയല്ല പഠിച്ചിരിക്കുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞൊരു കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു പയ്യൻ വന്നിട്ട് അവിടെ എങ്ങാണ്ട്, ഞാൻ ഓർക്കുന്നില്ല, മറ്റേ പാടത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ചേച്ചിമാരുടെ ഒന്ന് പറയും പുലി വരുന്നതെന്ന് പറഞ്ഞ് വരും. എന്നിട്ട് അവർ ചെന്ന് നോക്കുമ്പോൾ പുലിനെ കാണത്തില്ല. വീണ്ടും ഇതുപോലെ അവർ വീണ്ടും പറ്റിക്കും. അവസാനം ഒറിജിനൽ ആയിട്ട് പുലി വരുമ്പോഴത്തേക്ക് ഇവൻ ചെന്ന് സഹായം ചോദിക്കുമ്പോൾ വിളിച്ചിങ്ങനെ പറയുമ്പോഴത്തേക്ക് അവരെന്താ വിചാരിക്കുന്നത്? ഇവൻ പറ്റിക്കാൻ പറയണേന്നാണ് വിചാരിക്കുന്നത്. സോ അതിൽ നിന്നാണ് സത്യം പറഞ്ഞ ടു ക്രൈ വോൾഫും വന്നത്. അതിന്റെ മീനിങ് എന്താ? എ ഫോൾസ് അലാറം, അല്ലെങ്കിൽ ടു ആസ്ക് ഫോർ ഹെൽപ്പ് വെൻ ഇറ്റ് ഈസ് നോട്ട് നീഡഡ്. എ ഫോൾസ് അലാറം എന്ന് വേണമെങ്കിൽ പറയും. ടു ആസ്ക് ഫോർ എ ഹെൽപ്പ് വെൻ ഇറ്റ് ഈസ് നോട്ട് നീഡഡ്. ഓക്കെ, അടുത്തെന്താണ്? വോൾഫ് ഡൗൺ. വോൾഫ് ഡൗൺ. വോൾഫ് ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഗൾപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈറ്റ് ഹാർഡ്ലി എന്ന് വേണമെങ്കിൽ പറയാം. ഹറിഡ്ലി. ഓക്കെ, ഗൾപ്പ് ചെയ്യുക എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇതാണ് വോൾഫിനെ പറ്റി നമുക്ക് നോക്കാനുള്ളത്. ഇനിയിപ്പോ നമുക്ക് വോൾഫ് കൂടാതെ ഈ ഒരു ഐറ്റത്തിൽ നമുക്ക് വേണമെങ്കിൽ ഡോഗിനെ പറ്റി പറയാം. ഡോഗ്. ഓക്കെ, അപ്പൊ ഡോഗ് ടയേർഡ്. ഡോഗിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല, സ്റ്റിൽ നമുക്ക് ഇരിക്കട്ടെ. ഡോഗ് ടയേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടയേർഡായി. ഡോഗ് ടയേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ടയേർഡ്. എ ഡോഗ് ഇൻ ദ മാൻസ് വെച്ച് കഴിഞ്ഞാൽ വൈക്കോൽ പൂനയ്ക്കകത്തൊക്കെ, മീൻസ് അങ്ങനത്തെ ഒക്കെ ഇതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ എന്തായിരിക്കും? വൈക്കോലൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇതിനകത്ത് ഡോഗ് പെട്ടുപോയി കഴിഞ്ഞാൽ അവിടുത്തെ ചൂട് കാരണം എന്ത് ചെയ്യുക? ഓക്കെ, ഇതൊരു കഥയെന്ന് വന്നു. ആക്ച്വലി മാഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? വൈക്കോലൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം. ചൂട് കാരണം ഡോഗ് എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് കയറുന്നു. അപ്പോ കയറി റെസ്റ്റ് എടുക്കുക. അപ്പൊ ഓക്സ് അകത്തേക്ക് കയറി വരുമ്പോൾ എന്ത് വരുന്നു? ഡോഗ് അതിനെ വിലക്കുവാണ്.
ഓക്കെ, അതായത് നമ്മൾ മലയാളത്തിൽ പറയും പട്ടി തൊട്ട് പുല്ല് തിന്നത്തില്ല, പശുവിനെ കൊണ്ട് തീറ്റിപ്പിക്കത്തില്ല, അങ്ങനെ പറയത്തില്ലേ? A person who prevent another to have something which himself cannot use. A person who prevent another to have something which he himself cannot use. പട്ടി തൊട്ട് പുല്ല് തിന്നത്തുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിപ്പിക്കത്തുമില്ല. ടോപ്പ് ഡോഗ്. ടോപ്പ് ഡോഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി. അണ്ടർ ഡോഗ്, ഇതും കേട്ടിട്ടുണ്ടാവും, ഈ സിനിമയൊക്കെ കാണുന്നവർക്ക് അറിയാം അണ്ടർ ഡോഗ്, ടോപ്പ് ഡോഗ്. ഓക്കെ, അണ്ടർ ഡോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? അണ്ടർ പ്രിവിലേജ്ഡ്. അണ്ടർ പ്രിവിലേജ്ഡ്. പിന്നെയുണ്ട് ലെറ്റ് ദ സ്ലീപ്പിംഗ് ഡോഗ്സ് ലൈഫ്. ഉറങ്ങി കിടക്കുന്ന പട്ടീനെ തോണ്ടി എഴുന്നേൽപ്പിക്കേണ്ട ആവശ്യമില്ല, അതങ്ങനെ തന്നെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. അപ്പൊ എന്തായിരിക്കും അതിന്റെ മീനിങ്? എന്തായിരിക്കും? നോട്ട് ടു ടോക്ക് അബൌട്ട് ദ തിങ്സ് വിച്ച് ഹാവ് ക്രിയേറ്റഡ് എ പ്രോബ്ലം ഇൻ ദ പാസ്റ്റ്. നോട്ട് ടു ടോക്ക് അബൌട്ട് ദ തിങ്സ് വിച്ച് ഹാവ് ക്രിയേറ്റഡ് പ്രോബ്ലംസ് ഇൻ ദ പാസ്റ്റ്. അതാണ് ലെറ്റ് ദ സ്ലീപ്പിംഗ് ഡോഗ്സ് ലൈ എന്ന് പറയുന്നത്. അടുത്ത ഗോ ടു ദ ഡോഗ്സ്. ഗോ ടു ദ ഡോഗ്സ്. ഗോ ടു ദ ഡോഗ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ടു കം വേഴ്സ്, മോശം അവസ്ഥയായിട്ട് പോവാം. അതുപോലെ തന്നെ ഫൈറ്റിംഗ് ലൈക്ക് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ്. നമ്മുടെ നാട്ടിലൊക്കെ പട്ടി പൂച്ച കിടന്ന് അടി പിടിക്കാൻ ആയിട്ടില്ലേ? എന്താ നല്ല അടിയാണ്. അപ്പൊ എപ്പോഴും അടിയുമായിരിക്കും, ഭയങ്കര അടി. സെയിം സാധനം തന്നെ, കോൺസ്റ്റന്റ്ലി ഫൈറ്റിംഗ്, അതാണ് ഫൈറ്റിംഗ് ലൈക്ക് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റണ്ണിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നിങ്ങൾ നമ്മുടെ വീഡിയോസ് പോയി കാണുക. റണ്ണിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ദെൻ ഇൻ ദ ഡോഗ് ഹൗസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻസൾട്ട്. ഓക്കെ, ഇൻസൾട്ട്, പട്ടിക്കൂട്ടിലൊക്കെ നമ്മളെ പറ്റി ഭയങ്കര ഇൻസൾട്ടാന്ന് ഓർക്കാം. അടുത്തുണ്ട് ബെറ്റർ ടു ബി ഡോഗ്സ് ഫെഡ് ദാൻ ടെയിൽ ഓഫ് ലയൺ. അതായത് സിംഹത്തിന്റെ ടെയിലായിരിക്കുന്നതിനേക്കാളും നല്ലത് പട്ടീന്റെ ഹെഡ് ആകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ബെറ്റർ ടു ബി ഹെഡ് ഓഫ് ദ സ്മോൾ ഗ്രൂപ്പ് ആൻഡ് നോട്ട് ദ ഫോളോവർ ഓഫ് ദ ബിഗ് ഗ്രൂപ്പ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി ദ ഹെഡ് ഓഫ് സ്മോൾ ഗ്രൂപ്പ് ദാൻ നോട്ട് ടു ബി ദ ഫോളോവർ ഓഫ് ബിഗ് ഗ്രൂപ്പ്. അതാണ് എന്താ പറയുന്നത്? ബെറ്റർ ടു ബി ഡോഗ്സ് ഹെഡ്സ് ദാൻ ടെയിൽ ഓഫ് ലയൺ. ഓക്കെ, ടെയിലിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്, നമ്മൾ നോക്കിക്കാണേ. ഓക്കെ, ഇതാണ് ഡോഗിനെ പറ്റി പറയാനുള്ളത്. ഇനിയിപ്പോ നമുക്കൊരു പണി ചെയ്യാം, ഇതിനകത്ത് തന്നെ ക്യാറ്റിനെ പറ്റിയും പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ക്യാറ്റിന്റെ ഇവിടെ തികയൂല, കുറെയൊക്കെ ഞാൻ പറയുകയായിരിക്കും അപ്പൊ ചെയ്യുന്നത്. ഓക്കെ, ആദ്യമേ എ ക്യാറ്റ് നാപ്പ്. ഈ പൂച്ചയൊക്കെ ഉറങ്ങുന്നുണ്ടല്ലേ, ചെറിയൊരു ഉറക്കമായിരിക്കും. അപ്പൊ ക്യാറ്റ് നാപ്പ് എന്ന് പറയുമ്പോൾ എന്താ? ഷോർട്ട് സ്ലീപ്പ്. ഓക്കെ, ദെൻ ക്യൂരിയോസിറ്റി കിൽഡ് ദ ക്യാറ്റ്. പൂച്ചയെ സംബന്ധിച്ചിട്ട് ഭയങ്കര ഇതാണ്, എന്താണ്, പൂച്ചക്ക് ഭയങ്കര ധൈര്യമല്ല, എടുത്തുചാട്ടം ഭയങ്കര കൂടാ. ഓപ്പോസിറ്റ് എന്താണെന്നൊന്നും നോക്കത്തില്ല ആള്. ആളെന്ത് ചെയ്യും? നേരെ കയറി ആക്രമിക്കും. പാമ്പാണേലും ശരി, പട്ടിയാണേലും ശരി, ഈവൻ പുലിയാണെങ്കിലൊക്കെ ആള് കയറി ആക്രമിക്കും. അപ്പോ ഇതുപോലെ തന്നെയാണ് ക്യൂരിയോസിറ്റി കിൽഡ് ക്യാറ്റ് എന്ന് പറയുന്നത്. ടു മച്ച് ഇന്റർഫിയർ ഇൻ അതേഴ്സ് പീപ്പിൾ നോട്ട് ഗുഡ്. ഓക്കെ, ടു മച്ച് ഇന്റർഫിയർ ഇൻ ദ അതർ പീപ്പിൾ ഈസ് നോട്ട് ഗുഡ്. ഓക്കെ, ദെൻ കോപ്പി ക്യാറ്റ്. അത് കേട്ടാ, ഗോപി സുന്ദറിനെ ഓർക്കുക. എന്ത് ചെയ്യുക? ഇമിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കള്ളത്തരം കാണിച്ച് അടിച്ചു മാറ്റുക. ദെൻ അടുത്തുണ്ട് ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ഈ ചെറിയ ഔട്ട് ഓഫ് ബാഗ്, ഈ നമ്മള് എന്താ പറയാ, ചെറിയ കാലത്ത് ചെറിയ പിള്ളേര്
സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ് വരുമ്പോൾ അവിടെ കിടക്കുന്ന പട്ടീനെ പൂച്ചേനൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും, ബാഗിലിട്ടുകൊണ്ട് കൊണ്ടുവരും. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ ഇതിന്റെ സൗണ്ട് ഒക്കെ കേട്ടുമ്പോൾ വീട്ടുകാരെന്ത് ചെയ്യും, അതിലെന്താണെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ഈ ബാഗ് തുറന്ന് കാണിക്കും. സെയിം തന്നെ അതൊരു സീക്രട്ട് ആണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ, അതൊരു സീക്രട്ട് ആണ്. അതെന്ത് ചെയ്യാണ് നമ്മൾ റിവീൽ ചെയ്യുക. അപ്പോ ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ടു ഡിസ്ക്ലോസ് എ സീക്രട്ട്. ഓക്കെ, അതാണ് വരുന്നത്. അടുത്തത് ടു പുട്ട് ദ ക്യാറ്റ് അമംഗ് ദ പീജിയൻ. ഓക്കെ, ടു പുട്ട് ദ ക്യാറ്റ് അമംഗ് ദ പീജിയൻ. പ്രാവിന്റെ കടയിലോട്ട് ഈ പറയുന്ന ക്യാറ്റിനെ തള്ളിവിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും, ആ പ്രശ്നം ഉണ്ടാക്കും, ഫ്യൂച്ചർ പ്രശ്നം ഉണ്ടാക്കും, ഉറപ്പല്ലേ. അതുപോലെ തന്നെയാണ് ടു പുട്ട് ദ ക്യാറ്റ് അമംഗ് ദ പീജിയൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുക, ടു ക്രിയേറ്റ് എ പ്രോബ്ലം, ടു ക്രിയേറ്റ് എ പ്രോബ്ലം. ഓക്കെ, നമ്മൾ പഠിച്ചായിരുന്നു, ബെൽ ദ ക്യാറ്റ് പഠിച്ചു, ദെൻ ക്യാറ്റ് വിസ്കർ, ഇതൊക്കെ പഠിച്ചതാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ പോയി വീഡിയോ കാണുക. അതൊക്കെ ഞാൻ ഇനി ഇവിടെ വീണ്ടും അത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എ ക്യാറ്റ് ഇൻ ദ ഗ്ലൗസ് ക്യാച്ചസ് നോ മൈസ്. എ ക്യാറ്റ് ഇൻ ദ ഗ്ലൗസ് ക്യാച്ചസ് നോ മൈസ്. അതായത് ഗ്ലൗ ഇട്ടിരിക്കുന്ന കാറ്റ്, അതിന്റെ നഖമാണേലും ശരി എല്ലാം അതിന്റെ അകത്ത് ഇരിക്കുന്നത്. ഇതൊക്കെ കൊണ്ടാണ് ഈ നോവ് പെട്ടെന്ന് സ്പീഡിൽ പോകാനും പൂച്ചനെ എലീനെ പിടിക്കാനും പറ്റുന്നത്. അപ്പോൾ ഈ ഗ്ലൗ ഇട്ടിരിക്കുന്ന ക്യാറ്റിനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാ, അതായത് ഒരുപാട് പൊളൈറ്റ് ആയി കഴിഞ്ഞാലും ഒരു പരിപാടി നടക്കില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാം നല്ല മാന്യത കളിച്ച് കിടന്ന് പൊളൈറ്റ് ആയാലും കാര്യങ്ങൾ അധികം നടക്കത്തില്ല. സംടൈംസ് ബീങ് ടു പൊളൈറ്റ് ഈസ് നോട്ട് ഗുഡ്, സംടൈംസ് ബീങ് ടു പൊളൈറ്റ് ഈസ് നോട്ട് ഗുഡ്, അങ്ങനെ നമുക്ക് പറയാം. അപ്പൊ അതാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാനുള്ള. സോ ഈ ഒരു വീഡിയോ നമുക്ക് തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.